എപ്പിസോഡിന്റെ തുടക്കത്തിലായി ചെറുപ്രായത്തിലെ കൻഹാനെയും ജിയോൻവൂനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ ആ വയസ്സായി ചെങ്ങായും അവിടെ തന്നെ ഉണ്ട്. പണ്ടേ തന്നെ ജിയോൻവൂക്ക് നമ്മുടെ കൻഹാനെ മേലൊരു കണ്ണ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ക്ലാസ്സിലെത്തുകയാണ്. ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇവളെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവള് വേറെ സ്കൂളിൽ നിന്ന് വന്നതാണ്. ക്ലാസ്സിലെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തതാണ് എന്നും അതുകൊണ്ട് അവൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിലെ വേറൊരുത്തി പറയാണ് ചിലപ്പോ അവൾ അവളുടെ മാതാപിതാക്കളുടെ ജീവൻ എടുത്തത് ആയിരിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട അവൾ ദേഷ്യം പിടിച്ച് ചൂടാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിയോൻഹു കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നീയല്ലേ 3 പ്രാവശ്യം ദേശീയ ചാമ്പ്യൻ ആയത്? അപ്പൊ അവളാവട്ടെ മുണ്ടാതിരിക്കുകയാണ്. ജിയോൻഹു പിന്നെയും പറയാൻ തുടങ്ങി ഞാനും ഈ സ്കൂളിലെ ലോങ് ജമ്പ് ടീമിലുണ്ട്. അപ്പൊ അവളാവട്ടെ മുണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ ജിയോൻഹു ആവട്ടെ പിന്നെ കൊണകൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാറി വന്ന് ചവിട്ട് പിടിച്ചിട്ട് മുണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് ഞാറി പറയാൻ തുടങ്ങി നിന്നെ ആരെങ്കിലും ശല്യപ്പെടുത്താണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. എന്നിട്ട് എടുത്തിരിക്കുന്നതിന്റെ ഹെഡ്സെറ്റ് മാറ്റിക്കൊണ്ട് പറയുന്നു നിനക്ക് പഠിക്കാൻ വല്ല സഹായം വേണമെങ്കിൽ ഇവനെടുത്ത് ചോദിച്ചാൽ മതി. അതാരാന്ന് മനസ്സിലായില്ല, നമ്മുടെ ഹാൻചു. എന്നിട്ട് അവൻ പറയാൻ തുടങ്ങി ഞാൻ ആരും സഹായിക്കാറൊന്നുമില്ല, പിന്നെ നീ പുതിയതായിട്ടാണ് സഹായിക്കാൻ. ആ സമയത്താണ് നമ്മുടെ ചോയ് കയറി വരുന്നത്. എന്നിട്ടൊരു സ്കെൽറ്റന് ടോയ് കൊടുത്തിട്ട് പറയുന്നു ഇത് എല്ലാ സമയത്തും ഒരു രക്ഷകനായേക്കാം, അതുകൊണ്ട് ഇത് അവസാനം വരെ വിട്ടുകളയാണ് നിൽക്കണമെന്ന്. അതെന്റെ സാധനമാണ്, പിന്നെ നീ എടുത്തോന്ന് മറ്റോണ്ട് ഒരു മാതിരി ചിരിയുണ്ട്. ആ ചിരി കണ്ടിട്ട് എല്ലാവരും അവിടെ ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്സ് ആവുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചോയ് കഴുത്ത് മുറിച്ച് മരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ ഒന്നും നോക്കാതെ നമ്മുടെ കൻഹ ഒരു ടവൽ വെച്ച് ബ്ലഡ് നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ബ്ലഡ് ചീറ്റി തെറിക്കുകയാണ്. കൻഹയുടെ മുന്നിൽ വെച്ച് തന്നെ ചോയ് കിടന്ന് മരിക്കുകയാണ്. ഹലോ ഗൈസ്, If Fishes Could Kill സീസൺ 1 എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ആ ഒരു എപ്പിസോഡ് ഒരു മാങ്ങാത്തൊരു മനസ്സിലായിട്ടില്ല. ബട്ട് ഈ ഒരു എപ്പിസോഡിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നു. മാത്രമല്ല നിങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഈ എപ്പിസോഡിൽ നടക്കുന്നു. സോ ലെറ്റ്സ് വെൽക്കം എപ്പിസോഡ് 2. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കുറച്ച് പോലീസുകാർ ജോയുടെ മരണത്തെ തൊട്ട് CCTV കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്കത് മനസ്സിലാകുന്ന അതൊരു സൂയിസൈഡ് ആണ് എന്ന്. അങ്ങനെ സീൻ കെട്ടായി കാണിക്കുന്നത് കൻഹാനെയാണ്. അവളാവട്ടെ ചോയുടെ മരണത്തെ തൊട്ട് ആകെ ഡിപ്രസ്ഡ് ആണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ ഷെൽഫിലോട്ട് പോവാണ്. അവിടെ അവളുടെ ബാഗിലായിട്ട് അന്ന് ചോയ് കൊടുത്ത ടോയ് ഇപ്പോഴും ഉണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് നമ്മുടെ കൻഹ ചോയുടെ വീടിന്റെ മുമ്പിൽ എന്നിട്ട് അവനെ വിളിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ പുറത്തോട്ട് വരുന്നില്ല. ചോയ് ആവട്ടെ ഇവിടെ അടുത്ത് മുണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. കുറെ നേരം വിളിച്ചിട്ടും പുറത്തിറങ്ങായിട്ട് അവളാവട്ടെ മതിൽ ചാടുകയാണ്. കറക്റ്റ് ആ സമയം തന്നെ കറക്റ്റ് മാറ്റി കൻഹാനെ ചോയ് കാണുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് കൻഹാന്റെ കൂടെ വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ചോയ് ആവട്ടെ പിണങ്ങിയിരിക്കുന്നത് അവന്റെ ബർത്ത്ഡേക്ക് നമ്മുടെ കൻഹ വരായിട്ടാണ്. നമ്മുടെ ചോയ് പറയാണ് ഈ കാര്യത്തിൽ തർക്കിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന്. അപ്പൊ അവളാവട്ടെ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് ചോയ് കൊടുക്കുന്നു. ഞാൻ നിന്റെ അടുത്ത് ക്ഷമ ചോദിക്കാനായി വന്നതാണ് എന്ന് പറയുന്നു. ഞാൻ ആ ഗിഫ്റ്റും കൊടുത്ത് ബായ് പറഞ്ഞ് പോകുന്ന സമയത്ത് ചോയ് ബാക്കിൽ നിന്ന് പറയുന്നു ഇന്ന് എനിക്ക് വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. അതായത് നീ എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഫോണിൽ നീയല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്, മറ്റു കുറച്ച് പെൺകുട്ടികളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതും എന്നെ കുറിച്ച് കുറ്റങ്ങളായിരുന്നു മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചു നീയാണ് കുറ്റങ്ങൾ പറഞ്ഞത് എന്ന്. അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന ചോയിനെ കാണിച്ചാണ് സീൻ കട്ടാവുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ജിയോൻവൂനെയാണ്. അവനാവട്ടെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവന്റെ അടുത്ത് തന്നെയാണ് ഹാൻജോയും ഉള്ളത്. ഹാൻജോ ആവട്ടെ നമ്മുടെ ജിയോൻവൂനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ സീൻ കട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാനെ തന്നെയാണ്. അവളാവട്ടെ നേരെ ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പൊ അവിടെയുള്ള കോച്ചാവട്ടെ സങ്കടത്തോടെ വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ കോച്ച് പറയാണ് നിനക്ക് സ്പെഷ്യൽ പ്രാക്ടീസ് വെച്ചത് നമുക്ക് മാറ്റി വെക്കാം, നീ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയും. അതായത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ പ്രാക്ടീസസ് ഇല്ലേ അത് ഒഴിവാക്കിയെന്ന്. അതായത് നമ്മുടെ ചോയിന്റെ ബർത്ത്ഡേന്റെ അന്നുള്ള പ്രാക്ടീസ്. അങ്ങനെ അവളാവട്ടെ മുന്നോട്ട് തന്നെ നടന്നു പോകുന്ന സമയത്താണ് ഒരു കാര്യം ആലോചിക്കുന്നത്. ജിയോൻവു ഗിരോ എന്ന ആപ്പിൽ വിഷ് ചെയ്തിരുന്നു. ആ വിഷ് ആവട്ടെ ഇവരുടെ പ്രാക്ടീസ് മുടക്കണം എന്നുള്ള വിഷയായിരുന്നു. കറക്റ്റ് അതേപോലെ സംഭവിച്ചിരിക്കുന്നു. അതായത് ചോയുടെ മരണത്തെ തൊട്ട് ആ പ്രാക്ടീസ് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കൻഹ ആവട്ടെ ഈ വിഷ് നടക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് സുഖമാണ്, ഞാൻ എന്തായാലും പ്രാക്ടീസിന് വരും എന്ന് പറയുന്നു. അങ്ങനെ പരിശീലനം റദ്ദാക്കരുത് എന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോണ്ടാ ജസ്റ്റ് മിസ്റ്റേക്കല്ലേ ജീവ രക്ഷപ്പെട്ടെ. അങ്ങനെ ആ കാര്യം കണ്ട് ഷോക്കായി നിൽക്കുന്ന കനഹക്കാണ് പെട്ടെന്ന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അവള് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സമയം നോക്കുകയാണ്. പിന്നെ സീൻ കട്ടായി കാണിക്കുന്നത് നമ്മുടെ ജിയോൻവൂനെയാണ്. അവന്റെ ഫോണിലാവട്ടെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗിരോ ആപ്പിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതേ സമയം കൻഹ ആവട്ടെ ജിയോൻവൂന്റെ അടുത്തേക്ക് ഓടി പോവുകയാണ്. ഓടുന്ന സമയത്ത് നാറിനൊക്കെ തട്ടി മാറ്റിയിട്ടാണ് വരുന്നത്. എന്നിട്ട് കൻഹ ചോദിക്കുകയാണ് നിന്റെ ടൈമർ വന്നു. നമ്മുടെ ജിയോൻവു ചോദിക്കുകയാണ് ആഗ്രഹം സാധിച്ചോ എന്ന്. അവളാവട്ടെ വിഷാവട്ടെ നടന്നു എന്ന് പറയുന്നു.
അങ്ങനെ സീൻ കേട്ടായി കാണിക്കുന്നവര് കൂടിയിരിക്കുന്നതായിട്ടാണ്. അതായത് ഏകദേശം ഒരു കാര്യങ്ങൾ പിടികിട്ടി. നമ്മുടെ ഹാൻജൂണിന് ആ വിഷ് പറഞ്ഞ വീഡിയോ വരിക കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൻഹായും ജിയോൻഹുയും ആ വിഷ് പറയുന്ന വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആർക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജിയോൻഹു സിമ്മും ആൻഡ് ഫോണ് മൊത്തം റീസെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കാൻ തുടങ്ങി ഏത് സമയത്താണ് പരിശീലനം റദ്ദാക്കിയത് എന്ന്. അപ്പൊ അവള് കറക്റ്റ് ആയി പറയുന്നു 11:26. അപ്പൊ നമ്മുടെ ഹാൻജൂണ് ജിയോൻഹുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണോ നിനക്ക് വിഷ് വന്നത് എന്ന്. അപ്പൊ നമ്മുടെ ജിയോൻഹു അതെ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് ചിലപ്പോ ഹാക്ക് ചെയ്തതാണോ എന്ന്. അപ്പൊ നമ്മുടെ ഹാൻജു പറയുന്നുണ്ട് ചിലപ്പോ ഒരു പക്ഷേ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ കൻഹ പറയുന്നു ഇതൊരിക്കലും ഒരു ഹാക്ക് അല്ല എന്ന്. കാര്യം ഒരു ഹാക്കിന് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയും. നമ്മുടെ ഞാറി പറയാൻ തുടങ്ങി എന്ത് മണ്ടത്താന്ന് പറയുന്നു. ഒരു വിഷ് പറഞ്ഞത് ആഗ്രഹിക്കുന്ന ആപ്പോ ചിലപ്പോ ആ ആപ്പിലെ ടൈമർ കഴിയുമ്പോൾ നമുക്ക് കൊല്ലാനുള്ള ഒരു പ്രേരിപ്പിക്കൽ വരുന്നതായിരിക്കാം എന്നവൾ പറയുന്നു. അപ്പൊ നമ്മുടെ കന്യാവട്ടെ ഇത് ഒട്ടും സമ്മതിക്കുന്നില്ല. അവള് പറയാൻ തുടങ്ങി ചോയുടെ കറക്റ്റ് ടൈമർ പൂജ ആവുന്ന സമയത്താണ് അവന് കറക്റ്റ് കൊല്ലപ്പെടുന്നത് എന്ന്. അപ്പൊ ഞാറിയാണ് ഇത് ഒട്ടും വിശ്വസിക്കാതെ നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് അവളോട് ചൂടാ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കൻഹ പറയാൻ തുടങ്ങി നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ കള്ളം പറയാണോ എന്ന്. ഞാറി അപ്പൊ പറയാണ് ആർക്കറിയാം. ഇത് കേട്ടിട്ട് കൻഹക്ക് നല്ല രീതിക്ക് തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നല്ല രീതിക്ക് തന്നെ ചൂടാവുക. നമ്മുടെ ജിയോൻഹു ആണ് അതൊന്ന് ഒത്തുതീർപ്പാക്കിയാൽ പറ്റുന്നത്. ഈ സമയം ഞാറി ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് നമ്മുടെ ജിയോൻഹുവിനോട് ചോദിക്കുന്നു നീ എന്താ എന്നെ മാത്രം ഒഴിവാക്കുന്നത് എന്ന്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു അവളല്ലേ വിചിത്രമായി സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഭയങ്കര വിചിത്രമായിട്ട് ഒരു കാര്യം പറയാണ് ഞാൻ എല്ലാ ദിവസവും രാത്രി മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും സ്വപ്നത്തിൽ കാണാറുണ്ട്. അവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ ഒരുമാതിരി വിചിത്രമായി മനസ്സിലാത്ത രീതിയിൽ പറയുന്നു. എന്നിട്ട് അവള് പിന്നെയും പറയാൻ തുടങ്ങി ഞാൻ ആരാഗ്രഹിക്കുന്നു അവരെ എന്നെ മുമ്പിൽ നിന്ന് പോകുന്നു എന്ന്. ആരാവട്ടെ ചോയ് മരിച്ചിട്ടും അവനോട് തുള്ളി സ്നേഹം പോലും കാണിക്കുന്നില്ല. അതായത് അവള് പറയുന്നത് അവൻ മരിച്ചില്ല എനിക്കിപ്പോ എന്താണെന്ന്. ഇതേ സമയം നമ്മുടെ ഹാൻജു ഫോൺ റീസെറ്റ് ആക്കി ഓൺ ആക്കിയപ്പോണ്ട് ഗിരോ എന്ന് പറയുന്ന ആപ്പ് മാത്രം പോയിട്ടില്ല. ആപ്പ് തുറന്നു നോക്കിയപ്പോൾ ആ ടൈമർ അതേപോലെ തന്നെ ഓടുന്നു. ഈ കാര്യം ഹാൻജുണ് അവരോടും കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജിയോൻഹു പറയുന്നുണ്ട് ഫോൺ പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരൂലേ എന്ന്. അപ്പൊ നമ്മുടെ ഹാൻജുൻ പറയുന്നു ഫോൺ പൊട്ടിച്ചത് കൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഞാനിത് വീട്ടിൽ പോയിട്ട് ലാപ്ടോപ്പിൽ നിന്ന് ഈ ആപ്പിന്റെ ഫംഗ്ഷൻ മൊത്തം നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ കൻഹ പറയുന്നത് എന്റെ ഫ്ലാറ്റിൽ വെച്ച് നോക്കാമെന്ന്. നമ്മുടെ കൻഹ ആവട്ടെ നാരിനോട് ചോദിക്കുന്നുണ്ട് നീ വരൂലേ എന്ന്. അങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് അവളുടെ മേത്തുള്ള ബ്ലഡ് ആരും കാണാതിരിക്കാൻ വേണ്ടി ജിയോൻഹു അവന്റെ ജാക്കറ്റ് എടുത്ത് പുതപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കൻഹ അവളുടെ വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല നന്ദിയും കൂടി പറയുന്നുണ്ട് ഇത്രയും കാലം കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിന്. അങ്ങനെ അവർ കൻഹാന്റെ ലോഡ്ജിലോട്ട് എത്തുകയാണ്. അപ്പൊ നമ്മുടെ ജിയോൻഹു വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കണോ എന്ന്. അപ്പൊ അവളാവട്ടെ വേണ്ട നീ വിശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ജിയോൻഹു വീട്ടിലെത്തിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അവന്റെ ഫോണിലോട്ട് ഒരു കോൾ വരികയാണ്. അത് നമ്മുടെ കൻഹ ആയിരുന്നു. അവനാവട്ടെ ആ കോൾ എടുക്കുമ്പോൾ അവൻ കേൾക്കുന്നത് ഒരു 2 പെൺകുട്ടികൾ സംസാരിക്കുന്നതാണ്. അവനാവട്ടെ ഈ കോൾ കേട്ടപാടെ ഇറങ്ങി ഓടുകയാണ്. അതേ നമ്മുടെ കൻഹാന്റെ അടുത്ത്. എന്നിട്ട് അവളുടെ ലോഡ്ജിൽ എത്തിയതിനു ശേഷം മിണ്ടാകുന്നത് കേൾക്കാൻ വേണ്ടി പറയും. പക്ഷെ ആ സമയത്തിനുള്ളിൽ ആ കോൾ കട്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജിയോൻഹു കൻഹാന്റെ അവന്റെ ഫോൺ നൈസായിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് പറയാണ് ഫോൺ ഹാക്കായി എന്ന് തോന്നുന്നു എന്ന്. അതായത് നിന്റെ ഫോണിൽ നിന്ന് കോള് വന്നതിന് ശേഷം അതിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വേറെയാണ്. അതിൽ ഇവരെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കന്യാവട്ട് ആലോചിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ചോയ് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പിന്നെ സീങ്ങട്ടായി കാണിക്കുന്ന ആ ലോഡ്ജിൽ തന്നെയാണ്. അവിടെ നമ്മുടെ ഹാൻജോയും ഞാറിയും എല്ലാവരും അവിടെ ഉണ്ട്. നമ്മുടെ ഹാൻജൂണാവട്ടെ ആ ഫോൺ മുഴുവൻ റീസെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അത് മാത്രമല്ല ഗിരോ എന്ന് പറയുന്ന ആപ്പിന്റെ ഫംഗ്ഷൻ നോക്കുന്നുണ്ട്. അതായത് ആ ആപ്പിന്റെ കോഡിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. ആ ആപ്പ് ഈ സിമ്പിൾ ആയ രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹാൻജൂണ് ആ ഫോൺ മുഴുവൻ റീസെറ്റ് ചെയ്യാനുള്ള കോഡ് ചെയ്യാണ്. അങ്ങനെ ആ ഫോൺ ഇനി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ റീസെറ്റ് ആകാൻ പോവാണ്. ഈ സമയം ഞാനൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുകയാണ്. അതായത് നമ്മുടെ ജിയോൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അതായത് ഒരു കണ്ണിൽ നിന്ന് മാത്രം കുറച്ചായി വെള്ളം വരുന്നു. അപ്പൊ അവന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവനാവട്ടെ എനിക്കറിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഭയങ്കര വീടായിട്ട് അവന്റെ ഒരു കണ്ണ് മാത്രം ഒരു ഭാഗത്തേക്ക് എന്നെ ചൂണ്ടി കാണിക്കുന്നു. എന്നിട്ട് ആ ചൂണ്ടിയ കൈ ആവട്ടെ ഒടിഞ്ഞു വളഞ്ഞ് നേരെ അവന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് ചൂണ്ടി വരികയാണ്. അത് നമ്മുടെ ജിയോനുവിന്റെ ബോധപൂർവ്വമല്ല, അവന്റെ മേത്ത് എന്തോ കേറിയിട്ടുണ്ട്. എന്നിട്ടുണ്ടോ ഒരുമാതിരി രീതിയില് നമ്മുടെ ഹാൻജൂൺ അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്. നമ്മുടെ കന്യാവട്ടെ ഫോൺ എടുത്ത് ബേജാറായിട്ട് ആംബുലൻസിനെ വിളിക്കുന്നുണ്ട്. അവന്റെ തൊള്ളേന്നാവട്ടെ ചോരൊക്കെ എന്നെ ഒഴുകുന്നുണ്ട്. ഈ സമയം ആപ്പ് റീസെറ്റ് ആവണെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെറ്റ് ആയി കഴിയാനായി കിടക്കുകയാണ്. അങ്ങനെ റീസെറ്റ് ആയി ഓൺ ആവുന്ന ഫോണിൽ കാണുന്നത് ആ ടൈമർ അതേപോലെ നിൽക്കുന്നതാണ്. എന്നിട്ടുണ്ടോ
ഇതേ സമയം സീൻ കട്ടാവുന്നു. എന്നിട്ട് വേറൊരു ഭാഗത്ത് ഒരു ലേഡിക്ക് ഈ കാര്യം ഫീൽ ആവുന്നുണ്ട്. നമ്മുടെ ജിയോനു ആട്ടെ ബോധപൂർവമല്ലാതെ എന്തൊക്കെയോ പറയുന്നു. നിങ്ങളൊക്കെയാണ് ഇതിന് കാരണം, നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്റെ കാര്യങ്ങൾ അട്ടിമറിച്ചു, നിങ്ങളൊന്നും ആരുമല്ല. ഇത് കേട്ടിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഒരു സൈക്കോനെ പോലെ അവന്റെ കഴുത്തിരിച്ച് കൊല്ലാൻ നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നാരി അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം കൻഹ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് ജിയോനുവിന്റെ തലക്ക് നോക്കി അടിക്കുകയാണ്. അവനാവട്ടെ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ കൻഹ അവിടെ കിടക്കുകയാണ്. ആ സമയം ഡോക്ടർ വരുന്നുണ്ട്. കൻഹ ചോദിക്കുന്നുണ്ട് ജിയോൻമോൻ എങ്ങനെയുണ്ട് എന്ന്. അപ്പോ ഡോക്ടർ പറയുന്നു അവനക്ക് നല്ല പരിക്കുകളുണ്ട്, പക്ഷെ അവനക്ക് ഉണരാൻ സാധിക്കുന്നില്ല, എന്തോ അവനെ തടയുന്നുണ്ട്, വൈകാതെ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പം ഭേദമായേക്കാം എന്ന് പറയുന്നു. എന്നിട്ട് സ്വയം സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് കൻഹ ആവട്ടെ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ്. ആ സമയത്ത് നാരി വിളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം എന്ന് പറയുന്നു. അപ്പൊ അവളാട്ടെ വേണ്ട എന്ന് പറയുന്നു. അവളുടെ അമ്മ നേരത്തെ കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് കൻഹ പറയുന്നുണ്ട് നിന്റെ ബാഗ് എന്റെ ലോഡ്ജിലല്ലേ. അപ്പൊ നാരി പറയുന്നത് കുഴപ്പമില്ല, പിന്നെ എടുത്തോളാം എന്ന് പറയുന്നു. അപ്പൊ കൻഹ ആവട്ടെ എന്റെ ജന്മദിനമാണ് പാസ്വേഡ്, നീ പോയി ബാഗ് എടുത്തോളൂ എന്ന് പറയുന്നു. ആ സമയം നാരി ഒരു കാര്യം അറിയുന്നുണ്ട്. അതായത് അവൾ ഇന്ന് സ്കൂളിലോട്ട് വരാൻ നേരം വൈകിയത് ഞാൻ രാവിലെ എഴുന്നേറ്റ സമയത്ത് ആകെ കുഴിഞ്ഞു വീണു. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ന് മാത്രമായിട്ട് എങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കൻഹക്കാവട്ടെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ സീൻ കട്ടായി കാണിക്കുന്നത് നമ്മുടെ ഹാൻജോണിനെയാണ്. അവനാവട്ടെ അവന്റെ ലാപ്ടോപ്പ് അടിച്ചു പോയത് കൊണ്ട് അവന്റെ കമ്പ്യൂട്ടർ ആപ്പ് നിർമ്മിച്ചിരിക്കുന്ന ഫംഗ്ഷനും ആൻഡ് കോഡിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ. ഈ സമയമാണ് യുവ എന്ന് പറയുന്ന പെണ്ണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാൻ തുടങ്ങി നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, അത് അപ്പോ തന്നെ നിർത്തി വെച്ചേക്ക്, നീ ആത്മാവിനെ പ്രകോപിച്ചു, അതുകൊണ്ട് നീ എന്തായാലും മരിക്കേണ്ടതായിരുന്നു. അതായത് ജിയോൻഹു നിന്റെ കഴുത്ത് പിടിച്ച് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ആ പെണ്ണ് വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ മരിക്കേണ്ടത് തന്നെ. അപ്പൊ ഹാൻജു ചോദിക്കുന്നു ഈ കാരണമൊക്കെ എന്നെ വ്യക്തമായിട്ട് അറിയാമെന്ന്. അപ്പൊ ആ പെണ്ണ് പറയാൻ തുടങ്ങി നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ പെണ്ണായിട്ട് ഒരു പേര് പറയുന്നുണ്ട് ജുഗു, അതായത് കുറച്ച് ശാപങ്ങൾ പരത്തുന്ന ഒരു ചാലാണ് ഇത് എന്ന് പറയുന്നു. അപ്പൊ ഹാൻജു ചോദിക്കുന്നു ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയാ ശാപം പരത്തുന്നത്. അപ്പൊ ആ പെണ്ണ് പറയാൻ തുടങ്ങി ജുഗു എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഫോം അല്ല, ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കാം, ചിലപ്പോൾ ഒരു വീഡിയോ പോലും ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ആ ആപ്പ് ഉപയോഗിച്ച് ശാപം പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ആ പെണ്ണ് പറയുന്നുണ്ട് ഹാൻജു നീ എന്റെ അടുത്തേക്ക് വരൂ, എനിക്ക് നിങ്ങളെ എല്ലാം നേരിട്ട് കാണാം, ചിലപ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാനാകും. അപ്പൊ ഹാൻജു പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ തന്നെയാണ് എന്നെ പുറത്താക്കിയത്, ഇനി ഞാൻ വരണോ. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, അതായത് ആ പെണ്ണും ഹാൻജുവും തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ട്, അത് എന്ത് തരം കണക്ഷൻ ആണെന്ന് കാണിക്കുന്നില്ല. ഇതേ സമയം ആ പെണ്ണ് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോണ്ടാ ഒരു വെളുത്ത പാമ്പ് അവരെ ആരാധിക്കുന്ന കല്ലിന് മുകളിൽ നിന്നിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് ആ പെണ്ണ് പറയാൻ തുടങ്ങി ആ പെണ്ണ് ഇവിടെയാണ്, നിങ്ങളെ സഹായിച്ച ആ പെണ്ണ് ഇവിടെയാണ് എന്ന് പറയും. ഓൺ ദ സ്പോട്ട് ഹാൻജുക്ക് സ്ട്രൈക്ക് ആയിട്ട് അവന് കൻഹാന്റെ പേര് പറയുന്നു. ഇതേ സമയം കൻഹ ആവട്ടെ ഒരു ബോർഡിലായിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്ത് നമ്മുടെ ജിയോനുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവനാവട്ടെ അവിടെ കിടന്ന് പെടയുകയാണ്. അവന്റെ ശരീരത്തിലോട്ട് പിന്നെയും ആ ബാധ കയറിയതുപോലെ നമ്മുടെ ഹാൻജൂണാവട്ടെ കൻഹാനെ ഫോണിൽ കുറെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവളാണ് എടുക്കുന്നില്ല. അവൻ പിന്നെ ഒന്നും നോക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഹാൻജൂണാവട്ടെ ഹോസ്പിറ്റലിൽ നമ്മുടെ കൻഹ ആവട്ടെ ജിയോൻവു ആ പെടയുന്ന ആ സ്ഥലത്തോട്ട് പോയിട്ട് അവൾ അവളുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. മാത്രമല്ല അവൾ ഗിരോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ആ സ്ത്രീയെ പിന്നെയും കാണിക്കുകയാണ്, നിങ്ങളുടെ കത്തി പുറത്തെടുക്കുക. ഇതേ സമയം ഹാൻജൂൺ കൻഹാന്റെ അടുത്ത് ഈ കാര്യം പറയാൻ വേണ്ടി ഓടി വരികയാണ്. അങ്ങനെ ഹാൻജൂൺ അവിടെ എത്തുന്ന ആ സമയം തന്നെ അവൾ ആവട്ടെ അവളുടെ വിഷ് ഗിരോ എന്ന് പറയുന്ന ആപ്പിലോട്ട് അയച്ചു കഴിഞ്ഞു. നമ്മുടെ ഹാൻജൂൺ വന്ന് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു. നീ നിന്റെ ആഗ്രഹം പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്താണോ, എനിക്കറിയുന്ന ആൾ വീണ്ടും മരിക്കാൻ പോകും, എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല, അപ്പൊ നിനക്കെന്ന് നീ മരിക്കണേൽ കുഴപ്പമില്ലേ. അപ്പൊ അവളുണ്ടാ വേറൊരു കാര്യം പറയുന്നു, അന്ന് ചോയ് മരിക്കുന്ന സമയത്ത് കൻഹാന്റെ നേരെ കൈ നീട്ടിയല്ല പറഞ്ഞത്, മറിച്ച് ബാക്കിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന്. മാത്രമല്ല അന്ന് ജിയോൻവു ചൂണ്ടിക്കാണിച്ച സ്ഥലത്തും മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് ആഗ്രഹം സാധിച്ചവർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ, പക്ഷെ അവരെ എനിക്ക് കാണാം. അവർ എന്തിനാണ് ഇങ്ങനെ വരുന്നതോ എനിക്കറിയാം. അപ്പോൾ കൻഹാന്റെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു, യുവർ വിഷ് ഈസ് ഗ്രാൻഡഡ്. എന്നിട്ട് അവളുടെ വിഷ് കാണിച്ചു തരികയാണ്, അതായത് ജിയോൻവു ജീവൻ അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇതേ സമയം നാരി കൻഹാന്റെ റൂമിലോട്ട് കയറിയിട്ട് നമ്മുടെ ജിയോൻവുവിന്റെ ഫോൺ എവിടെയാണോ വീണത് ആ ഫോൺ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ആ സമയമാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നാരിയുടെ ഫോണിലും ടൈമർ ഉണ്ട്. അവൾക്കാവട്ടെ ഇനി വെറും 3 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. പെട്ടെന്ന് ജിയോൻവുവിന്റെ ഫോണിലെ ടൈമർ നിൽക്കും. ഈ കാര്യം കണ്ടിട്ട് നാരിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല.